ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ലൂപ്പ് എന്ന കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എങ്ങനെ ലൂപ്പ് ചെയ്യുന്നു, അതിനകത്ത് തന്നെ കുറച്ച് പ്രോഗ്രാംസും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഏകദേശം അതിനകത്ത് എക്സ്പെർട്ടായി തുടങ്ങി. ഇനി ലൂപ്പിൻ്റെ തന്നെ പുതിയൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഒരു ലെവൽ, ഒരു സെക്കൻഡ് ലെവൽ. ഈ ലൂപ്പിൻ്റെ തന്നെ ആദ്യത്തെ ലെവൽ നമ്മൾ കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവർക്കും ഇതുവരെയുള്ള പ്രോഗ്രാംസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇത് ജസ്റ്റ് ഒരാൾ പറയുന്നത് കേട്ടിരുന്ന് മാത്രം പഠിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമുക്ക് പറ്റും. ഇപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. ചിലപ്പോൾ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യേണ്ട ഒരു കാര്യം 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്ലറേഷൻസ് മാറിപ്പോയതോ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ ആ ഒരു ചെറിയ ഇഷ്യൂ കൊണ്ട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് എറേഴ്സ് വരുത്തി അത് ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കണം. ആരായാലും പ്രോഗ്രാം പഠിക്കുന്ന നേരത്ത് ഒറ്റയടിക്ക് ഫുള്ള് പഠിച്ചു പോകാല്ല. കുറേശ്ശെ ഇപ്പോൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ നടന്ന് വീണാണ് കുട്ടി പഠിക്കുക അല്ലേ. അതേപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എറേഴ്സ് വരുത്തി പ്രോഗ്രാം എഴുതി വീണ്ടും എറേഴ്സ് വരുത്തി അങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് നമ്മളും പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക, ആ ഒരു കാര്യം മൈൻഡിൽ വേണം. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കൺസെപ്റ്റായ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് എടുത്തു നോക്കാം. ഒരു ത്രികോണം പോലെ നമ്മുടെ ഹാഷ് സിമ്പിൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ലൈനിലായിട്ട് നമ്മൾ ഒരു ഹാഷ് പ്രിൻറ്റ് ചെയ്തു, രണ്ടാമത്തെ ലൈനിൽ നമ്മൾ 2 ഹാഷ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു, മൂന്നാമത്തെ ലൈനിൽ 3 ഹാഷ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു, നാലാമത്തെ ലൈനിൽ 4 ഹാഷ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോകാൻ വേണ്ട ഒരു പ്രോഗ്രാം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോകാൻ ഉള്ളൊരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ആദ്യത്തെ ലൈനിൽ എത്ര ഹാഷ് ഉണ്ട്? ഒരു ഹാഷാണ്. രണ്ടാമത്തെ ലൈനിൽ 2 ഹാഷ്, മൂന്നാമത്തെ ലൈനിൽ 3 ഹാഷ്, നാലാമത്തെ ലൈനിൽ 4 എണ്ണം, 5, 6, 7, 8, 9, 10 വരെ അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളോട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ സാധാരണ നമ്മളൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇപ്പോൾ ഹലോ എന്നാണെങ്കിൽ ഹലോ എന്ന് എഴുതുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻ്റ് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ, പ്രിൻ്റ് മനു എന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു, മനു എന്ന് കൊടുക്കുന്നു. ഞാൻ സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്, പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. Python 3 program.py ഹലോ മനു എന്ന് പ്രിൻ്റായി വന്നല്ലേ. പക്ഷേ ഇവിടെ പ്രിൻ്റായി വന്നതിൽ എന്താ പ്രത്യേകത? ഇവിടെ പ്രിൻ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഹലോ മനു എന്നുള്ളത് രണ്ടും 2 ലൈനിലാണ്. ആദ്യത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത കാര്യം ആദ്യത്തെ ലൈനിലും, രണ്ടാമത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത കാര്യം രണ്ടാമത്തെ ലൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരു ലൈനിൽ തന്നെ പ്രിൻ്റ് ആവണമെങ്കിലോ, 2 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് കൊടുത്ത കാര്യം രണ്ടും ഒരേ ലൈനിൽ തന്നെ പ്രിൻ്റ് ആവണമെങ്കിലോ നമ്മളൊരു എക്സ്ട്രാ കാര്യം കൂടെ ആഡ് ചെയ്താൽ മതി. ആദ്യത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ end = എന്ന് കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തൊന്ന് ക്ലോസ് ചെയ്യുക. അത്രയും മാത്രം ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ് പ്രോഗ്രാം ഒന്നും കൂടെ. എന്ത് സംഭവിക്കുന്നത് അറിയാം? ഹലോ മനു എന്നുള്ളത് ഒറ്റ ലൈനിൽ പ്രിൻ്റായി വന്നില്ല, അപ്പോൾ ആ സെയിം ലൈനിൽ തന്നെ പ്രിൻ്റായി വന്നു. അപ്പോൾ ഒരു കാര്യം തന്നെ 2 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ആ 2 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ ഒരു ലൈനിൽ തന്നെയാണ് വരേണ്ടതെങ്കിൽ ആദ്യത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ end = എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ശരിക്കുമുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഹാഷ് പ്രിൻ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ഹാഷ് ആദ്യത്തെ ലൈനിൽ 1 ഹാഷ്, രണ്ടാമത്തെ ലൈനിൽ 2 ഹാഷ്, അങ്ങനെ പ്രിൻ്റ് ചെയ്തു പോയി. അപ്പോൾ ആദ്യം ഞാനൊരു ലൂപ്പ് എഴുതാൻ പോവാണ്. ആ ലൂപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ലൂപ്പ് എന്ന് പറയുന്നത് i = 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ വൈൽ ഓപ്പൺ ചെയ്യുന്നു. വൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം i <= 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, വൈൽ i <= 10 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുന്നു? ഹാഷ് നമുക്ക് പ്രിൻ്റ് ചെയ്യാമല്ലേ? ഹാഷ് പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് i = i+1 ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കും? 10 പ്രാവശ്യം ഹാഷ് പ്രിൻ്റായി വന്നു അല്ലേ? പക്ഷേ ഈ 10 പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ചെയ്ത് വന്നതിന് എന്താ പ്രത്യേകത? എല്ലാം അടുത്തടുത്ത ലൈനുകളിലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ഒരേ ലൈനിൽ വരുത്താൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? end = എന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഇൻവേർട്ടഡ് കോമാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 10 ഹാഷും നമ്മുടെ ആദ്യത്തെ ലൈനിൽ തന്നെ പ്രിൻ്റ് ആയല്ലേ? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഹാഷ് ഉണ്ട്. 10 ഹാഷും നമ്മുടെ ആദ്യത്തെ ലൈനിൽ തന്നെ പ്രിൻ്റായി വന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈൽ ലൂപ്പിന് പുറത്ത് വന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് എഴുതാണ്. പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് എഴുതുന്നു.
അതായത് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്ന് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് എഴുതുന്നത്. സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്ന് വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ആ ഹാഷിൻ്റെ അതേ ലൈനിൽ തന്നെ പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്ന് വന്നേക്കാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാഷ് കഴിഞ്ഞിട്ട് ഈ എൻഡ് ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത് കാരണം അടുത്ത ലൈനുകൾ ഏതായാലും ആ ലൈനൊക്കെ എന്ത് വരും? അതേ ലൈനിൽ തന്നെ പ്രിൻ്റ് ആയി വരും, പുതിയ ലൈനിലേക്ക് പോവില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ, അതായത് ഈ ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ലൈനിലേക്ക് വരണമല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൂപ്പിന് പുറത്തായിട്ട് ഒരു പ്രിൻ്റ് ന്യൂ ലൈൻ എന്നുള്ളത് കൊടുക്കാം. ന്യൂ ലൈൻ എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഹാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂ ലൈൻ പ്രിൻ്റായി. ആ ന്യൂ ലൈൻ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇനി ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യം, അതായത് ഇത്രയും കാര്യം നമ്മൾ ഒരു ലൂപ്പിൽ എഴുതിയ കാര്യമാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ശരിക്കും ചെയ്യുന്നത് ഈ i ≤ 10 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 10 ഹാഷ് ഒരു ലൈനിൽ പ്രിൻ്റായി വന്നു. അപ്പോൾ ഇവിടെ 9 ആണ് കൊടുക്കുന്നതെങ്കിലോ 9 ഹാഷ് ഒറ്റ ലൈനിൽ പ്രിൻ്റായി വരും. ഇനി 7 ആണ് കൊടുക്കുന്നതെങ്കിലോ 7 ഹാഷ് ഒറ്റ ലൈനിൽ പ്രിൻ്റായി വരും. നമ്മളിവിടെ 6 കൊടുക്കുകയാണെങ്കിൽ 6 ഹാഷ് ഒറ്റ ലൈനിൽ പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ പ്രിൻ്റ് പ്രോഗ്രാം കംപ്ലീറ്റഡ് എന്നുള്ള കാര്യം ഞാനെടുത്ത് കളയാണ്. ഈ കാര്യം ഞാൻ ഒഴിവാക്കുന്നു. ഈ കാര്യം ഒഴിവാക്കിയതിന് ശേഷം ഇത്രയും പ്രോഗ്രാം മാത്രം എടുക്കുക. അപ്പോൾ ഇത്രയും പ്രോഗ്രാമിൽ ഈ i ≤ കഴിഞ്ഞ് എന്ത് സംഖ്യ നമ്മൾ കൊടുക്കുന്നു അത്രയും പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ആയിട്ട് വരും. നിങ്ങളുടെ ലോജിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ i ≤ കഴിഞ്ഞ് എന്ത് സംഖ്യ കൊടുക്കുന്നോ അത്രയും പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ആവും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആ i ≤ 10 എന്നുള്ളിടത്ത് 1 എന്ന് കൊടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഹാഷ് മാത്രം ഒറ്റ ലൈനിൽ പ്രിൻ്റ് ചെയ്ത് വരും. i ≤ 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഹാഷുകൾ ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്ത് വരും. i ≤ 3 എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 3 ഹാഷുകൾ ഒരു ലൈനിൽ പ്രിൻ്റായി വരും. അപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മൊത്തം വേറൊരു ലൂപ്പിൻ്റെ ഉള്ളിലാക്കി ആ ഒരു ലൂപ്പിൽ 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുത്ത് ആ നമ്പേഴ്സിനെ ഈ i ≤ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ i ≤ j എന്ന് എഴുതുന്നു. j എന്ന് സിമ്പിളായിട്ട് നമ്മൾ എഴുതി വെച്ചു. j എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ jയ്ക്ക് ഓരോ പ്രാവശ്യം 1 2 3 4 5 6 7 8 എന്നൊരു വാല്യൂ കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ആ വാല്യൂ കൊടുത്ത് അത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം 1 കൊടുത്ത് റൺ ചെയ്യുക, അപ്പോൾ ഒരു ഹാഷ് പ്രിൻ്റ് ആവും ഒരു ലൈനിൽ. അത് കഴിഞ്ഞ് 2 കൊടുത്ത് പ്രിൻ്റ് ചെയ്യുക. 2 കൊടുത്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ആവും ഒരു ലൈനിൽ. അത് കഴിഞ്ഞ് 3 കൊടുത്ത് കഴിയുമ്പോൾ 3 പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ആവും ഒരു ലൈനിൽ തന്നെ. അപ്പോൾ അങ്ങനെ 1 2 3 എന്ന് പറയുന്ന രീതിയിൽ ഓരോ ലൈനുകളിൽ ആദ്യത്തെ ലൈനിൽ 1 ഹാഷ്, രണ്ടാമത്തെ ലൈനിൽ 2 ഹാഷ്, മൂന്നാമത്തെ ലൈനിൽ 3 ഹാഷ്, അങ്ങനെ ഓരോ ലൈനിലും കൂടി വരുന്ന രീതിയിൽ ഹാഷുകൾ പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് ഒരു ലൂപ്പും കൂടെ എഴുതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ j = 1 എന്ന് പറഞ്ഞ് ഞാനൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് while i ≤ 10 എന്ന് കൊടുക്കുന്നു. i ≤ 10 എന്ന് കൊടുത്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലേ. അപ്പോൾ നമുക്കത് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിടുന്നു. ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം jയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അല്ലേ. jയുടെ വാല്യൂ j+1 എന്ന രീതിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോറി, ഇവിടെ ഞാൻ i ≤ 10 എന്നാണ് എഴുതിയത്. ഞാനത് j ≤ 10 എന്നാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം i ≤ j എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടിയല്ലേ. ആദ്യത്തെ പ്രാവശ്യം ഒരു ഹാഷ് പ്രിൻ്റായി, അത് കഴിഞ്ഞ് 2 ഹാഷ് പ്രിൻ്റായി, അത് കഴിഞ്ഞ് 3 ഹാഷ് പ്രിൻ്റായി, 4 ഹാഷ് പ്രിൻ്റായി, 5 6 7 8 9 10 വരെ അങ്ങനെ പ്രിൻ്റായല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയല്ലേ. അതായത് ഈ ഒരു പ്രോഗ്രാം ഫുള്ള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എടുത്ത് നോക്കുക. ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാവും. ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം j = 1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. j = 1 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് j ≤ 10 i = 1 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു പ്രോഗ്രാം ഇത്രയും കാര്യം ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലേ. ആദ്യം j = 1 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വരും. j = 1 ആയി കഴിയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്? ഈ jയുടെ അവിടെ എന്ത് വാല്യൂ കൊടുക്കുന്നോ ആ വാല്യൂ ആയിരിക്കും അത്രയും പ്രാവശ്യം ഹാഷ് പ്രിൻ്റ് ആവും ഒരു ലൈനിൽ. അപ്പോൾ ഇവിടെ jയിൽ ആദ്യം വരുന്നത് 1 ആയിരിക്കും. അപ്പോൾ 1 ഹാഷ് ഒരു ലൈനിൽ പ്രിൻ്റ് ആവും.
അത് കഴിഞ്ഞ് വീണ്ടും ജെ കൂടി ജെ എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. അപ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നിടത്ത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് നോക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു പ്രോഗ്രാമിൽ ജെയുടെ വാല്യൂ 2 ആയിട്ട് വരുമല്ലേ, അപ്പോൾ 2 ഹാഷ് പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ വരും 3 ഹാഷ് പ്രിൻ്റ് ആവും, 4 ഹാഷ്, 5 ഹാഷ്, 6 ഹാഷ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഹാഷുകളുടെ എണ്ണം ഓരോ ലൈനിൽ കൂടി വരും. അപ് ടു എത്ര വരെ വരും? 10 വരെ വരുമല്ലേ. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ, ഒന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഒരു കൺസെപ്റ്റിനെയാണ്, അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ അടുത്തൊരു ലൂപ്പ്, അങ്ങനെയുള്ള ലൂപ്പുകളെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്ന സാഹചര്യങ്ങളാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പല പ്രോബ്ലംസിലും നമുക്കിത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ വേരിയബിൾസിനും വാല്യൂസൊക്കെ അസൈൻ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ വാല്യൂ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 0, 1, 2, 3 എന്ന് പറഞ്ഞ വാല്യൂ ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ മെക്കാനിസം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തായാലും ഉണ്ടാവും, എല്ലാം കമൻറ്റ് ചെയ്യേണ്ട, എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.